എല്ലാവരും കൈയടിക്കും. സ്നേഹോപഹാരം നൽകുന്നതിനെ BCC കോർഡിനേറ്ററെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ അച്ഛനെ ആശംസ അർപ്പിക്കുന്നതിനായി നമ്മുടെ ഇടവകയുടെ ഉപദേശിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ച പ്രിയമുള്ള BCC കോർഡിനേറ്റർ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, വളരെ സന്തോഷം തോന്നി. കാരണം കഴിഞ്ഞ തീയതിയായിരുന്നു യഥാർത്ഥത്തിലുള്ള ആ അച്ഛൻ്റെ പൗരോഹിത്യ ദിനം. അന്ന് അച്ഛൻ തമ്മിലാത്തതുകൊണ്ടാണ് ഇന്നേ ദിവസം കർത്താവിൻ്റെ സമർപ്പണ ദിവസം എത്രയും വിലപ്പെട്ട ദിവസമായതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അച്ഛൻ കഴിഞ്ഞ ആഴ്ച ഇല്ലാതായി പോയത്. നമ്മുടെ ഗൗരിയിലേക്ക് കർത്താവിൻ്റെ ദേവാലയത്തെ സമർപ്പിച്ച ആ ദിനം അച്ഛനും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കുന്നു. 9 വർഷം കൊണ്ട് കർത്താവിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന നമ്മുടെ പ്രിയ വികാരിച്ച് കർത്താവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. അച്ഛന് ഇത്ര പ്രാവശ്യം വാൾ കടന്നു എന്നുള്ളതായി ചിന്തിക്കാൻ പോലും കഴിയില്ല. പലപ്പോഴും അതിനേക്കാൾ മൂർച്ചയേറിയ വാളുകളാണ് കടന്നു കയറിയിട്ടുള്ളതായിരിക്കും. നമ്മളുടേതായിരിക്കില്ല, മറ്റുള്ളവരുടേതായിരിക്കാം. പ്രിയപ്പെട്ടവരെ, എന്തായാലും വളരെ സമയക്കുറവാണ്. ഈ നിമിഷം അച്ഛൻ്റെ കുടുംബത്തെ ഓർക്കേണ്ടതാണ്. കാരണം ഇന്ന് മാതാവിനെയും വിശുദ്ധ യോസേഫ് പിതാവിനെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടിയായിരുന്നു. അതുപോലെ അച്ഛന് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി മുറിവുകളേറ്റുകൊണ്ടായിരിക്കും ചില ദിവസങ്ങളിൽ ബലിയർപ്പിക്കുന്നത്. അത് നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ മുറിവേൽപ്പിച്ചില്ലെങ്കിൽ പല മറ്റുള്ളവരും ആയിരിക്കും മുറിവേൽക്കുന്നത്. എങ്കിൽ പോലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ സമർപ്പണ ദിവസം, കർത്താവിൻ്റെ സമർപ്പണ ദിവസം അച്ഛനെ സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടി തന്നെ ഓർക്കാം. എല്ലാവിധമായ അച്ഛൻ്റെ ജീവിതത്തിൽ വളർച്ചയുടെയും പ്രവർത്തനങ്ങളുടെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, പ്രത്യേകിച്ച് അച്ഛനെ. BCC കോർഡിനേറ്റർ ശ്രീ വിജയകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനമുള്ള നമുക്ക് ഏവർക്കും പ്രേരണയായ ബഹുമാനമുള്ള ഇരുവരിസച്ച, ബഹുമാനമുള്ള ഉപദേശി, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയിൽ സേവനം തുടങ്ങിയിട്ട് ബഹുമാനമുള്ള ഇരുവരിസച്ചൻ ഒരു 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഓരോ കുടുംബത്തിലെ അംഗമായിട്ടാണ് അച്ഛൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കളികളിടവകയിലെ മുൻഗാമില്ലാത്തതുപോലെ നമുക്ക് നല്ലൊരു അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെയാണ് ബിനുവർഗജനങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അച്ഛനോട് കടന്നു വന്നിട്ട് 1 വർഷമായെങ്കിലും നമ്മുടെ ഓരോ കുടുംബത്തിലെ അംഗത്ത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള പോലെയാണ് നമുക്ക് അച്ഛനോട് പെരുമാറാൻ സാധിക്കുന്നത്. അച്ഛൻ്റെ ഒരു മഹനീയമായ കടമ തന്നെയാണ്, അച്ഛൻ നമുക്ക് കിട്ടിയ ഒരു ധർമ്മം തന്നെയാണ്. നമുക്ക് പറയാനുള്ളത്, കഴിഞ്ഞ നവംബർ മാസത്ത് ഫൊറോണ വികാരി ഇടവ സദസ്സിനെ വന്നപ്പോൾ നമ്മുടെ ഇടവ പ്രവർത്തനം കുറിച്ച് വിലയിരുത്തുന്നതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അച്ഛനെ വിളിച്ച് പറഞ്ഞു, വലിയ റിപ്പോർട്ട് അവതരിപ്പിക്കണം, അവർ വരണമെന്ന് പറയുന്നത് പലത് പറയുകയാണ്, അത് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അവിടെ റിപ്പോർട്ട് വെക്കും, അറിവുകളൊക്കെ എടുത്ത് വെച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ പ്രോഗ്രാം നമുക്കറിയാം. അച്ഛനോട് കടന്നു വന്നപ്പോൾ നമ്മുടെ ഇടവകയിലെ ഒരു നമുക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഒരു അവസരമായിരുന്നു, മരവിപ്പിക്കുന്ന കമ്മിറ്റി മരവിപ്പിക്കുന്ന അവസരമായിരുന്നു. അപ്പോഴെങ്കിലും അച്ഛൻ്റെ ആ ഒരു ദീർഘദൃഷ്ടിയോടെ പ്രവർത്തനത്തോടുകൂടി 10-60ഓളം പ്രവർത്തനങ്ങളിലൂടെ അച്ഛൻ നടത്താൻ സാധിച്ചു. അപ്പോൾ പ്രവർത്തകർ പറയുകയും ചെയ്തു, നമുക്കിവിടെ ഇത്രയും പ്രവർത്തനം സാധിക്കാൻ എങ്ങനെ സാധിച്ചില്ലെന്നാണ്. അച്ഛൻ ഓരോ ആഴ്ചയും ഓരോ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇടവകയിൽ ഓരോരുത്തർക്കും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് പള്ളി വെച്ച് 100 വർഷം ആകാൻ പോകുന്നു. നമ്മളുടെ കുറവ് എന്നുള്ളത് നമ്മുടെ ഇടവിൽ നിന്ന് ഒരു പുരോഗതി പോലും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മളൊരു കുറവ് തന്നെയാണ്. അത് ഈ ദിവസങ്ങളിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുവരുത്താം. ഇടവക നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ഒരു പുരോഗതി കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ഈ പള്ളി 100 വർഷമായത് നമുക്ക് ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നമ്മുടെ മാതാപിതാക്കൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ശ്രമിക്കണം.
കുട്ടികളെ വിടാൻ വേണ്ടി നമ്മൾ താല്പര്യം കാണിക്കണം. അച്ഛൻ നമുക്കറിയാം, അച്ഛൻ വലിയൊരു ഇടവകയാണ് നമ്മളുടെ കടന്നത് ഈ കൊച്ചു വഴിയിൽ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്കറിയാം ജോലിയൊന്നും കുറവാണ്. വിദ്യാഭ്യാസ പ്ലസ് ടു അച്ഛനോട് നമ്മുടെ പ്രവർത്തനങ്ങൾ പോകുമ്പോൾ അറിയാം, പ്ലസ് ടു ഡിഗ്രികൾ മാത്രമേ ഉള്ളൂ, ഉദ്യോഗസ്ഥരുടെ കുറവാണ്. എങ്കിലും അച്ഛൻ പറയുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് സമയമില്ലായെങ്കിലും നമ്മൾ വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ജോലിപ്പണിക്കാരാണ്. അച്ഛനോടൊന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് നമ്മൾ കരുതുന്നത്. അച്ഛൻ്റെ ഈ പുരോഗതി ജീവിതം നമ്മൾ ഇടവകയ്ക്ക് നന്ദി പറയാം. 9 വർഷമാണ് അച്ഛൻ പുരോഹിതനായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കുറേ നാൾ നമ്മുടെ ഇടവകയായിരിക്കണം. നമുക്ക് അച്ഛനോട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അച്ഛൻ്റെ പ്രവർത്തനം മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു അനുഭവമായി മാറ്റി ആശംസിക്കുന്നു. നമുക്ക് ഒരു അവസരം ലഭിച്ചതിന് ദൈവം നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛന് എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. അച്ഛന് സ്നേഹോപഹാരം നൽകുന്നതിനായി ഇടവകയിലെ ഭജന ബോധനത്തിലെ എല്ലാ അധ്യാപകരെ ക്ഷണിക്കുന്നു. അടുത്തതായി അച്ഛൻ സ്നേഹോപഹാരം നൽകുന്നതിനായി KSUമിലെ എല്ലാ അംഗങ്ങളെ ക്ഷണിക്കുന്നു. അടുത്തതായി കൊച്ചുത്രേസ്യ യൂണിറ്റിലെ കുടുംബാംഗങ്ങളെ അച്ഛൻ സ്നേഹോപഹാരം നൽകുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. പൗരത്വ സ്വീകരണത്തിന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി സ്നേഹ ബഹുമാനമുള്ള ബിനു വർഗീസ് അച്ഛനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവര് മറ്റ് യൂണിറ്റുകാരുടെ സമ്മാനം തന്നെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ഫറിന്റെ സമയമാണ്. ഞാൻ പോകുമായിരുന്നു. ഇനി മറ്റ് യൂണിറ്റുകാരുടെ സമ്മാനം കിട്ടിയത് ഞാൻ വാങ്ങിക്കൊണ്ട് പോകാമായിരുന്നു. ഏകദേശം പേര് സമ്മാനം തന്നെ. തീർച്ചയായിട്ടും ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ ഞാൻ എന്റെ 9ാമത്തെ ഓർഡിനേഷൻ ഡേ ആഘോഷിക്കുന്നു. അതോടൊപ്പം 29-ാം തീയതി എന്റെ ജന്മദിനം കൂടിയായിരുന്നു. അന്ന് ഞാൻ പോലും അറിയാതെ ഞാൻ നേരത്തെ ഇരുന്ന പള്ളിയിലുള്ള കുറെ ആൾക്കാരെന്നെ രാവിലെ എന്ന് വിളിച്ചു, അച്ഛൻ വീട്ടിൽ വരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവര് വലിയ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അത് 3 നില കേക്ക്, എൻ്റെ പണമൊക്കെ വെച്ച് 3 നില കേക്ക് നല്ല പൊക്കത്തിൽ അവർ എനിക്ക് കൊണ്ടുവന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് നോക്കുമ്പോഴും എന്റെ തലയെക്കാട്ടിൽ വലിയ കേക്കാണ് ഇന്നും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കണം. പൗരോഹിത്യ ജീവിതത്തിൽ എന്ന് നിലനിൽക്കുവാനായിട്ട് മരണം വരെ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനും ഏത് ഇടവകയിൽ ഏൽപ്പിച്ചാലും അവിടെ ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്ത് കടന്നു പോകാനൊക്കെ ഇത് വരുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും യഥാർത്ഥത്തിൽ ഓർക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സെമിനാരി ജീവിതത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടാണ്. പന്നിക്കൂട്ടിലും പശുത്തൊഴുത്തിലും അതോടൊപ്പം രാവിലെ ഒരു ദിവസം
എൻ്റെ അപ്പനും അമ്മയും എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ 2ാം നിലയിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അന്ന് എൻ്റെ അപ്പൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ബാഗൊക്കെ ആയിട്ട് നമുക്ക് പോകാം. കാരണം എൻ്റെ അച്ഛൻ മേസ്ത്രി പണിക്കാരനായിരുന്നു, വീട് കെട്ടിടപ്പണി ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഈ 2ാം നിലയുടെ മുകളിൽ വെള്ളം ഒഴിക്കാനായിട്ട് ഇതുപോലെ ചുമരിൽ കയറി നിന്നാണ് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ അച്ഛൻ അറിയാം അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എങ്ങനെ ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ പറന്നു പോകും. അന്ന് ഇത്രത്തോളം വണ്ണമൊന്നുമില്ലായിരുന്നു, കുഞ്ഞു പയ്യനായിരുന്നു. ആ പക്ഷേ അതിൻ്റെ മുകളിലൊക്കെ നമ്മളെ കയറ്റി അങ്ങനെയൊക്കെ ജോലി ചെയ്യിച്ചു. അങ്ങനെ ഞാനിരുന്ന് ചിന്തിക്കുന്ന സമയത്ത് കുറേ കഷ്ടപ്പാടുകൾ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ മുറ്റം തൂക്കാനായിട്ട് ചൂല് പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അമ്മ കടന്നു വന്നത്. വീട്ടിൽ പോലും ഞാൻ തൂത്തിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് തന്നെ പെട്ടെന്ന് സങ്കടമൊക്കെ ആയിട്ട്. തീർച്ചയായിട്ടും അങ്ങനെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്ന് ഒത്തിരിയേറെ സന്തോഷമാണ്. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചതാണ്, എൻ്റെ 9ാമത്തെ ഓർഡിനേഷൻ ഡേക്ക് ഇത്രത്തോളം ആഘോഷം. നമ്മുടെ പള്ളിയിൽ എത്രയോ പിള്ളേര് അവരുടെ ജന്മദിനമൊക്കെ ആഘോഷിക്കുന്നു. പക്ഷെ അവർക്ക് ആരും ഒരു സമ്മാനം നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് യഥാർത്ഥത്തിൽ കൊടുക്കാറില്ല. പക്ഷെ അതിനുള്ള അനുഗ്രഹവും അവസരവും ഒത്തിരിയേറെ സമ്മാനം ലഭിക്കുന്ന വൈദികരായ ഞങ്ങൾക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സിസ്റ്റർ വിനിതയുടെ തിരുനാൾ കൂടെയാണ്, അവരുടെ തിരുനാളാണ്, എല്ലാ സിസ്റ്റേഴ്സിന്റെ തിരുനാളാണ്. അപ്പോൾ സിസ്റ്റർ വിനിതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നിരന്തരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, വരുന്ന ഞായറാഴ്ച നമ്മുടെ ദേവാലയത്തിലെ 2 പേര് പഴയ ഉപദേശി ഭാര്യ 50ാമത്തെ വിവാഹ വാർഷികം അവര് ആഘോഷിക്കുകയാണ്. വെള്ളിയാഴ്ച അവരുടെ കുർബാന അവരുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അന്നേ ദിവസത്തെ ദിവ്യബലിയിൽ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കണം. കാരണം എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ലാത്തത്, വളരെ ചുരുക്കം ചില ദൈവം കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ അറിയിപ്പിൽ പറയേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് വിട്ടുപോയി. അപ്പോൾ വരുന്ന വെള്ളിയാഴ്ച അവരുടെ 50ാമത്തെ വിവാഹ വാർഷികം അവർ ആഘോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ട് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പൗരോഹിത്യ സ്വീകരണത്തിന്റെ 9ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് നമുക്കും ആഘോഷത്തിൽ ഫോട്ടോ എടുത്തോ? താങ്ക് യു. എനിക്ക് തരാനുണ്ട്. ഇവിടെ ഒന്നെടുക്കണോ? നല്ലത് അല്ലേ സാർ? കഴിയുമ്പോൾ പള്ളിക്കകത്ത് വീഴാതെ ഓരോരുത്തരായിട്ട് വന്നെടുക്കണം. അതിനകത്ത് ഒഴിച്ചൊക്കെ ഇത് കഴിഞ്ഞാൽ താങ്ക് യു. വെളിയിലിറങ്ങുമ്പോൾ കൊടുക്കാം അല്ലേ? കുറച്ച് വന്നാൽ മതി. തണുപ്പ്
അച്ഛന് കൊടുക്കണ്ടല്ലോ. എല്ലാവർക്കും കുർബാനയ്ക്ക് ശേഷം സഹായം ഉണ്ടായിരുന്നു. തറ വീടില്ലേ?